അമേരിക്കയിലെ H-1B വിസ പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബിൽ US കോൺഗ്രസിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് നിയമങ്ങൾ കർശനമാക്കുന്നതിനപ്പുറം ഈ പ്രോഗ്രാം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. റിപ്പബ്ലിക്കൻ എംപിയായ മാർജോറി ടെയ്ലർ ഗ്രീനാണ് ജനുവരി 2-ന് ഈ ബിൽ അവതരിപ്പിച്ചത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഭേദഗതി ചെയ്ത് H-1B പ്രോഗ്രാം ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. രസകരമായ കാര്യം എന്തെന്നാൽ ഗ്രീനി കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ച അതേ ദിവസമാണ് ഈ ബിൽ അവതരിപ്പിച്ചത്. 5 വർഷത്തെ സേവനത്തിന് ശേഷം ട്രംപുമായും റിപ്പബ്ലിക്കൻ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അവർ രാജിവെച്ചത്. അവരുടെ രാജി ജോർജിയയിലെ 14ാം കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന് വഴിവെച്ചിട്ടുണ്ട്. ഔദ്യോഗിക കോൺഗ്രസ് രേഖകൾ പ്രകാരം ഈ ബിൽ 3 ഹൗസ് കമ്മിറ്റികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവയിൽ ജുഡീഷ്യറി കമ്മിറ്റി, എനർജി ആൻഡ് കൊമേഴ്സ് കമ്മിറ്റി, വെയ്സ് ആൻഡ് മീൻസ് കമ്മിറ്റി എന്നിവ ഉൾപ്പെടുന്നു. നിയമനിർമ്മാണ പ്രക്രിയയിലെ ആദ്യ പടിയാണ് ഈ കൈമാറ്റം. ഇതുവരെയായി യാതൊരു ഹിയറിങ്ങുകളും നിശ്ചയിച്ചിട്ടില്ല, വോട്ടെടുപ്പുകളും നടന്നിട്ടില്ല. ബിൽ അവതരിപ്പിക്കുകയും ഔദ്യോഗികമായി കമ്മിറ്റികൾക്ക് കൈമാറുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് നിയമനിർമ്മാണ പ്രക്രിയയുടെ വളരെ ആദ്യ ഘട്ടമാണ്. To amend the Immigration and Nationality Act to eliminate the H-1B program and for other purpose എന്നതാണ് ബില്ലിൻ്റെ ഔദ്യോഗിക പേര്. H-1B വിസ എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക മേഖലകളിലെ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവാദം നൽകുന്ന ഒന്നാണ്. ദശാബ്ദങ്ങളായി വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി നേടാനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഇത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപ് ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ H-1B അപേക്ഷകർക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. ബില്ല് അവതരിപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 5-ന് ഗ്രീനി കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചു. സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് അവർ ജോർജിയയിലെ ഗവർണർ ബ്രയാൻ കെമ്പിന് രാജിക്കത്ത് സമർപ്പിക്കുകയും തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് പറയുകയും ചെയ്തു. അവർ പുറത്തു പോകുന്നതിന് തൊട്ടുമുമ്പുള്ള മാസങ്ങളിൽ ട്രംപിൻ്റെ ഏറ്റവും ശക്തരായ അനുയായികളിൽ ഒരാളായിരുന്ന ഗ്രീനി അദ്ദേഹവുമായി പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചു. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യവുമായി ഒരു ബൈപാർട്ടിസൺ ശ്രമത്തിൽ അവർ പങ്കുചേർന്നു. പൊതുജനങ്ങൾക്ക് പൂർണ്ണമായ സുതാര്യത അർഹിക്കുന്നുണ്ടെന്ന് അവർ വാദിച്ചു. ഇതിന് മറുപടിയായി ട്രംപ് ട്രൂത്ത് സോഷ്യൽ അവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്തിരുന്നു. ട്രംപിൻ്റെ 2ാം ഊഴത്തിൽ ഗ്രീനി അദ്ദേഹത്തെ തൻ്റെ അമേരിക്ക ഫസ്റ്റ് തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ആഗോളവാദ നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായി ആരോപിക്കാൻ തുടങ്ങി. ഈ വിള്ളൽ വർദ്ധിച്ചു വന്നു. തുടർന്ന് 2025 നവംബർ 21-ന് ഗ്രീനി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഗ്രീനിയുടെ ഈ നീക്കം പെട്ടെന്നുള്ളതല്ല. കഴിഞ്ഞ നവംബറിൽ തന്നെ H-1B പ്രോഗ്രാം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും അവസാനം പൂർണ്ണമായും അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മാത്രമായി പരിമിതമായ ഒരു ഇളവ് നൽകുന്നതായിരിക്കും തൻ്റെ നിർദ്ദേശമെന്ന് അവർ പറഞ്ഞിരുന്നു. ആ പദ്ധതി പ്രകാരം പോലും പ്രതിവർഷം 10,000 വിസകൾ മാത്രമേ അനുവദിക്കൂ. ഈ ഇളവ് പോലും ഒരു ദശകത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രോഗ്രാം വഞ്ചനയും ദുരുപയോഗം നിറഞ്ഞതാണെന്നും വർഷങ്ങളായി അമേരിക്കൻ തൊഴിലാളികൾക്ക് ഇത് ജോലി നഷ്ടപ്പെടുത്തുന്നുവെന്നും ഗ്രീനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ വിസ ഒരിക്കലും സ്ഥിരമായിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ലെന്ന് അവർ വാദിച്ചു. ഇപ്പോൾ ഈ ബിൽ കമ്മിറ്റിയിൽ തുടരുകയാണ്. അത് മുന്നോട്ട് പോകുന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഇത്തരം പല നിർദ്ദേശങ്ങളും ഈ ഘട്ടത്തിനപ്പുറം പോകാറില്ല.